WPS ഓഫീസ് റൈറ്റർ, പ്രസൻറ്റേഷൻ, സ്പ്രെഡ്ഷീറ്റ് എന്നിവയുടെ ഷോർട്ട് ഫോമാണ് WPS. WPS ഓഫീസ് ഒരു ഓഫീസ് സ്യൂട്ടാണ്. അതായത് ഓഫീസ് പ്രവർത്തനങ്ങൾക്ക് സാധാരണയായി ഉപയോഗിക്കുന്ന ഡോക്യുമെൻ്റ്, പ്രസൻറ്റേഷൻ, സ്പ്രെഡ്ഷീറ്റ് എന്നിവ കൈകാര്യം ചെയ്യുന്ന ആപ്ലിക്കേഷൻ. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറുകളിൽ ഡോക്യുമെൻ്റ് തയ്യാറാക്കുന്നതിന് സാധാരണയായി നമ്മൾ ഉപയോഗിക്കാറുള്ളത് വേർഡാണ്, മൈക്രോസോഫ്റ്റ് വേർഡ്. പ്രസൻറ്റേഷൻ തയ്യാറാക്കുന്നതിന് പവർ പോയിൻറ്റും സ്പ്രെഡ്ഷീറ്റ് കൈകാര്യം ചെയ്യുന്നതിന് എക്സലും ഉപയോഗിക്കുന്നു. ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറുകളിൽ ഇത്തരം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ലിബർ ഓഫീസ് റൈറ്റർ, ഇംപ്രസ്, കാൽക്ക് എന്നിവയാണ്. ഇതിനെല്ലാം പകരമായി നമുക്ക് നമ്മുടെ ഫോണിലുള്ള WPS ഓഫീസ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. കൂടാതെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇമെയിലായും വാട്സപ്പിലൂടെയും നമുക്ക് ലഭിക്കുന്ന PDF ഫയലുകൾ തുറന്നു കാണുവാനും സാധിക്കും. നമുക്ക് WPS ഓഫീസ് പരിചയപ്പെടാം. ആദ്യം ആപ്ലിക്കേഷൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ തുറക്കുക. എഗ്രി ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ WPS ഓഫീസിൽ സൈൻ ഇൻ ചെയ്യാനുള്ള 3 ഓപ്ഷനുകൾ കാണാം. സൈൻ ഇൻ വിത്ത് ഇമെയിൽ, സൈൻ ഇൻ വിത്ത് ഫേസ്ബുക്ക്, സൈൻ ഇൻ വിത്ത് ഗൂഗിൾ അക്കൗണ്ട്. ഇതിൽ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നമ്മുടെ ഫോണിൽ സൈൻ ഇൻ ചെയ്തിരിക്കുന്ന ഗൂഗിൾ അക്കൗണ്ട് ഏതാണോ അത് സെലക്ട് ചെയ്യുക. താഴെയുള്ള സ്റ്റാർട്ട് WPS ഓഫീസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. Allow WPS ഓഫീസ് ടു ആക്സസ് ഫോട്ടോസ്, മീഡിയ ആൻഡ് ഫയൽസ് ഓൺ യുവർ ഡിവൈസ്. ഇതിൽ Allow എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇത്തരത്തിലൊരു മെസ്സേജ് കാണാം. WPS ഓഫീസിന് പ്രധാനമായും 2 വേർഷനുകളാണുള്ളത്. ഒന്ന് പ്രീമിയം വേർഷൻ, 2 ഫ്രീ വേർഷൻ. ഇത് പ്രീമിയം വേർഷൻ വാങ്ങുന്നതിനുള്ള ഇൻ്റർഫേസ് ആണ്. പ്രീമിയം വേർഷനിൽ മാത്രമേ WPS ഓഫീസിലെ മുഴുവൻ സൗകര്യങ്ങളും നമുക്ക് ലഭ്യമാവുകയുള്ളൂ. എങ്കിലും പ്രസൻറ്റേഷൻ, സ്പ്രെഡ്ഷീറ്റ്, ഡോക്യുമെൻ്റ് എന്നിവ തയ്യാറാക്കുന്നതിനുള്ള അത്യാവശ്യം ടൂൾസ് എല്ലാം ഫ്രീ വേർഷനിലും ലഭ്യമാണ്. അതുകൊണ്ട് നമുക്ക് ഈ മെസ്സേജ് ക്ലോസ് ചെയ്യാം. ഇതാണ് WPS ഓഫീസ് എന്ന ആപ്ലിക്കേഷൻ്റെ ഹോം പേജ്. ഇതിൽ ലിസ്റ്റ് ചെയ്ത് കാണുന്ന ഫയലെല്ലാം നമ്മുടെ ഡിവൈസിലുള്ള, അതായത് ഫോണിലുള്ള സ്പ്രെഡ്ഷീറ്റ്, പ്രസൻറ്റേഷൻ, PDF തുടങ്ങിയ ഫയലുകളാണ്. WPS ഓഫീസിൽ ഒരു പുതിയ ഡോക്യുമെൻറ്റോ പ്രസൻറ്റേഷനോ സ്പ്രെഡ്ഷീറ്റോ തയ്യാറാക്കുന്നതിന് വലതുവശത്ത് താഴെയുള്ള പ്ലസ് ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ന്യൂ എന്ന തലക്കെട്ടിന് താഴെ ഡോക്യുമെൻറ്റ്, പ്രസൻറ്റേഷൻ, സ്പ്രെഡ്ഷീറ്റ് എന്നിങ്ങനെയുള്ള ഐക്കണുകൾ കാണാം. ഇവ 3ഉം തയ്യാറാക്കുന്നതിന് ഒരു പുതിയ ബ്ലാങ്ക് പേജ് ആവശ്യമാണ്. ആദ്യം നമുക്ക് ഡോക്യുമെൻ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഡോക്യുമെൻ്റ് തയ്യാറാക്കുന്നതിനുള്ള പേജ് ലഭിക്കുന്നതിന് ഡോക്യുമെൻ്റ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ബ്ലാങ്ക് പേജിന് പുറമെ ലെറ്റർ, ഓഫീസ്, ബ്രോഷർ തുടങ്ങിയ ടെംപ്ലേറ്റ്സും കാണാം. ഇവ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പിന്നീട് പറയാം. ഇപ്പോൾ നമുക്ക് ആവശ്യം ഒരു ബ്ലാങ്ക് പേജാണ്. അതിനായി ബ്ലാങ്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലഭിക്കുന്നതാണ് ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്യാനുള്ള ബ്ലാങ്ക് പേജ്. സാധാരണ ഒരു പേജിൻ്റെ ഏറ്റവും മുകളിൽ ഇടതുവശം മുതലാണല്ലോ നമ്മൾ ടൈപ്പ് ചെയ്യാറുള്ളത്. അത്തരത്തിൽ ഒരു വലിയ പേജിൻ്റെ ഏറ്റവും മുകളിൽ ഇടതുവശം മാത്രമാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. സ്ക്രീനിൻ്റെ പകുതിക്ക് താഴെ കാണുന്നത് നമ്മൾ സാധാരണ ഫോണിൽ ഉപയോഗിക്കാറുള്ള കീബോർഡുമാണ്. കമ്പ്യൂട്ടറിലെ വലിയ സ്ക്രീനിൽ ബ്ലാങ്ക് പേജിനോടൊപ്പം മുകളിലും വശങ്ങളിലുമായി നമുക്ക് ആവശ്യമുള്ള ടൂൾസ് എല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ടാകും. എന്നാൽ മൊബൈൽ ഫോണിലെ ചെറിയ സ്ക്രീനിൽ ബ്ലാങ്ക് പേജിനോടൊപ്പം ടൂൾസ് എല്ലാം പ്രദർശിപ്പിക്കുക പ്രായോഗികമല്ല. അതുകൊണ്ട് ടൂൾസ് എല്ലാം ഒരു മെനു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ലഭിക്കുക. ഇതെവിടെയാണെന്ന് നോക്കാം. കീബോർഡിന് തൊട്ടു മുകളിലുള്ള ഒരു റോ ശ്രദ്ധിക്കുക. അതിൽ ഏറ്റവും ഇടതുവശത്ത് ചതുരാകൃതിയിൽ 4 ഡോട്ടുകൾ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ടൂൾസ് ലഭിക്കുക. ഇതിൽ ഹോം, ഫയൽ, ഇൻസേർട്ട്, വ്യൂ എന്നിങ്ങനെയുള്ള തലക്കെട്ടുകൾക്ക് താഴെയാണ് ടൂൾസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഹോമിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റിൻ്റെ സൈസ് കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും, അതേപോലെ
ബോൾഡ് ആക്കുന്നതിനും ഇറ്റാലിക്സ് ആക്കുന്നതിനും അണ്ടർലൈൻ ചെയ്യുന്നതിനുമുള്ള ടൂൾസ് ഹോമിലാണുള്ളത്. ഇതിനു പുറമെ ടെക്സ്റ്റ് കളർ, ഹൈലൈറ്റ്, അലൈൻമെൻറ്റ് ടൂൾസ്, ബുള്ളറ്റ് ആൻഡ് നമ്പറിംഗ് തുടങ്ങിയ ടൂൾസും ഹോമിലാണുള്ളത്. ഫയലിൽ സേവ്, സേവ് ആസ്, പ്രിൻ്റ് എന്നിങ്ങനെയുള്ള ഓപ്ഷനാണ് നമുക്ക് കൂടുതൽ ആവശ്യമായി വരിക. ടൈപ്പ് ചെയ്യുന്നതിന് പുറമെ ഡോക്യുമെൻറ്റിൽ ചിത്രങ്ങളും ടേബിളുകളും ഷേപ്പുകളും ഒക്കെ ചേർക്കേണ്ടതായി വരാം. അതിനുള്ള ടൂൾസാണ് ഇൻസേർട്ടിലുള്ളത്. ഇതിൽ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുക പിക്ചർ, ടെക്സ്റ്റ് ബോക്സ്, ഷേപ്പ്, സിഗ്നേച്ചർ, ടേബിൾ, പേജ് നമ്പർ, ഹെഡർ ആൻഡ് ഫൂട്ടർ തുടങ്ങിയവയാണ്. വ്യൂ എന്ന തലക്കെട്ടിന് താഴെയാണ് പേജിന് ബാക്ക്ഗ്രൗണ്ട് കളർ നൽകുന്നതിനുള്ള ഓപ്ഷനുള്ളത്. സർ ഐസക് ന്യൂട്ടനെക്കുറിച്ച് ഒരു ചെറിയ ഡോക്യുമെൻ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഡോക്യുമെൻറ്റിന് ഏറ്റവും മുകളിലായി സർ ഐസക് ന്യൂട്ടൻ എന്ന ഹെഡിംഗ് ആണ് നൽകേണ്ടത്. ഹെഡിംഗ് ടൈപ്പ് ചെയ്യുന്നതിന് കീബോർഡ് ആവശ്യമാണ്. എന്നാൽ സ്ക്രീനിൽ ഇപ്പോൾ കീബോർഡ് കാണുന്നില്ല. കീബോർഡ് എവിടെയാണുള്ളതെന്ന് നോക്കാം. നേരത്തെ മെനു ബാറിൽ പരിചയപ്പെട്ട വ്യൂ, ഇൻസേർട്ട്, ഫയൽ, ഹോം തുടങ്ങിയ തലക്കെട്ടുകൾ കാണാം. അതിന് ഇടതുവശത്തായി കീബോർഡിൻ്റെ ചിഹ്നമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ കീബോർഡ് ലഭിക്കും. ഇവിടെ ഇംഗ്ലീഷിലുള്ള കീബോർഡാണ് കാണുന്നത്. എനിക്ക് മലയാളത്തിലാണ് സർ ഐസക് ന്യൂട്ടൻ എന്ന ഹെഡിംഗ് നൽകേണ്ടത്. ഇതിനായി കീബോർഡ് ചേഞ്ച് ചെയ്യുന്നു. സാധാരണ ഉപയോഗിക്കാറുള്ള കീബോർഡ് തന്നെയാണ്. ഇവിടെ സർ ഐസക് ന്യൂട്ടൻ എന്ന് ടൈപ്പ് ചെയ്യാം. സർ ഐസക് ന്യൂട്ടൻ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ബട്ടൺ അമർത്തുക. എൻ്റർ ബട്ടൺ അമർത്തുമ്പോൾ കേഴ്സർ അടുത്ത വരിയിൽ വരുന്നത് കാണാം. ഇനി ഐസക് ന്യൂട്ടനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് ചേർക്കാം. അതല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് വിക്കിപീഡിയ പോലെയുള്ള പേജിൽ നിന്ന് ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുകയും ആവാം. നേരത്തെ സർ ഐസക് ന്യൂട്ടനെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ വിക്കിപീഡിയയിൽ തുറന്നു വച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കോപ്പി ചെയ്യാം. അതിനായി വിക്കിപീഡിയ എടുക്കുന്നു. ഇതിൽ സെർച്ച് ചെയ്ത് തുറന്നു വച്ചിരിക്കുന്ന പേജിലെ നമുക്ക് ആവശ്യമുള്ള പാരഗ്രാഫ് സെലക്ട് ചെയ്യുകയാണ്. അതിനായി ആവശ്യമുള്ള പാരഗ്രാഫിൻ്റെ ഏറ്റവും മുകളിലുള്ള ഒരു വാക്കിൽ ലോങ് പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ആ വാക്ക് സെലക്ട് ആയിരിക്കുന്നത് കാണാം. കൂടാതെ സെലക്ട് ആയിരിക്കുന്നതിൻ്റെ വലതുവശത്തും ഇടതുവശത്തും ചെറിയ 2 വരകൾ കാണാം. അതിൽ വലതുവശത്തുള്ള വരയിൽ പിടിച്ച് ഡ്രാഗ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള അത്രയും സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കൈയെടുക്കുമ്പോൾ തന്നെ സെലക്ഷൻ്റെ ഏറ്റവും മുകളിൽ ട്രാൻസ്ലേറ്റ്, കോപ്പി, ഷെയർ തുടങ്ങിയ ഓപ്ഷൻ കാണാം. അതിൽ കോപ്പി സെലക്ട് ചെയ്യുക. ശേഷം WPS ഓഫീസിലേക്ക് തിരികെ വരിക. ഇവിടെ സർ ഐസക് ന്യൂട്ടൻ എന്ന തലക്കെട്ടിന് താഴെയാണ് ആ വിവരങ്ങൾ പേസ്റ്റ് ചെയ്യേണ്ടത്. അതിനായി ബ്ലിങ്ക് ചെയ്യുന്ന കഴ്സറിന് വലതുവശത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്താൽ സെലക്ട്, സെലക്ട് ഓൾ, പേസ്റ്റ് തുടങ്ങിയ ഓപ്ഷൻ കാണും. ഇതിൽ പേസ്റ്റ് ക്ലിക്ക് ചെയ്താൽ കോപ്പി ചെയ്ത അത്രയും വിവരങ്ങൾ ഇവിടെ പേസ്റ്റ് ആകും. വീണ്ടും എൻ്റർ ബട്ടൺ അമർത്തുക. കൂടുതൽ വിവരങ്ങൾ ചേർക്കണമെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് ചേർക്കാം. ഇപ്പോൾ ഡോക്യുമെൻറ്റിലേക്ക് ആവശ്യമായ വിവരങ്ങളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇതെപ്രകാരമാണ് പേജിൽ വന്നത് എന്നറിയണമെങ്കിൽ പേജ് മുഴുവനായി കാണണം. ഇതിന് സാധാരണ നാം ഒരു ഫോട്ടോ സൂം ഔട്ട് ചെയ്യുന്നത് പോലെ 2 വിരലുകൾ ഉപയോഗിച്ച് സൂം ഔട്ട് ചെയ്യുക. ഇപ്പോൾ പേജ് മുഴുവനായി കാണാം. ഇതിൽ ഹെഡിംഗ് ഇടതുവശത്താണ് വന്നിട്ടുള്ളത്. താഴെയുള്ള പാരഗ്രാഫിൻ്റെ ഇടതുവശം ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട്. എന്നാൽ വലതുവശം ജസ്റ്റിഫൈഡ് അല്ല. അതായത് ഓരോ വരിയും കയറിയും ഇറങ്ങിയും ഇരിക്കുന്നു. താഴെ മേഖലകൾ എന്നുള്ളതിൻ്റെ താഴെ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് വരണം, അഥവാ ബുള്ളറ്റ് കൊടുക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം ഹെഡിങ്. സർ ഐസക് ന്യൂട്ടൻ എന്നത് ബോൾഡ് ആക്കണം, ലെറ്ററിൻ്റെ സൈസ് കൂട്ടണം, കളർ ചേഞ്ച് ചെയ്യണം, അണ്ടർലൈൻ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എപ്രകാരമാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം ഹെഡിങ് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അതിനായി സർ ഐസക് ന്യൂട്ടൻ എന്ന 3 വാക്കുകളിൽ ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്യുക.
ഞാനിവിടെ ന്യൂട്ടൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ സെലക്ട് ഓൾ, പേസ്റ്റ് എന്നിങ്ങനെ കാണാം. ഇതിൽ സെലക്ട് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ന്യൂട്ടൺ എന്നത് മാത്രം സെലക്ട് ആയിരിക്കുന്നു. താഴേക്ക് 2 പിന്ന് പോലെയുള്ള 2 വരകൾ വന്നിട്ടുണ്ട്. ഇതിൽ ഇടതുവശത്തുള്ള വരയിൽ പിടിച്ച് ഇടതുവശത്തേക്ക് ഡ്രാഗ് ചെയ്താൽ സർ ഐസക് ന്യൂട്ടൺ എന്നത് മുഴുവനായി സെലക്ട് ആവുന്നത് കാണാം. ഇപ്പോൾ കട്ട്, കോപ്പി, പേസ്റ്റ് തുടങ്ങിയ ഏതാനും ഓപ്ഷനുകൾ നമ്മുടെ സൗകര്യത്തിനായി ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമില്ല. തൽക്കാലം പുറത്തെവിടെയെങ്കിലും ഒന്ന് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ ആ വന്ന ലിസ്റ്റ് പോയി. നമ്മൾ ഉദ്ദേശിച്ച അത്രയും വാക്കുകൾ സെലക്ട് ആയിട്ടുണ്ട്. ഇനി മെനു ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഹോം എടുക്കുക. ഹോമിലാണ് ഫോണ്ടിൻ്റെ സൈസ്, ബോൾഡ്, ടെക്സ്റ്റ് കളർ മുതലായ കാര്യങ്ങളുള്ളത്. ആദ്യം നമുക്ക് ടെക്സ്റ്റ് സൈസ് കൂട്ടാം. ഇപ്പോൾ 11ലാണ് കിടക്കുന്നത്. ഹെഡിങ് ആയതുകൊണ്ട് ഞാനൊരു 16ലേക്ക് സെറ്റ് ചെയ്യുന്നു. ഇപ്പോൾ വരുന്ന മാറ്റം നമുക്ക് സ്ക്രീനിൽ കാണാം. ഇനി കീബോർഡിൻ്റെ ചിഹ്നത്തിന് തൊട്ടിടതുവശത്തുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ തൊട്ട് മുമ്പത്തെ മെനുവിലേക്ക് പോകും. ഇനി നമുക്ക് ഹെഡിങ് ബോൾഡ് ആക്കണം. അപ്പോൾ ബോൾഡ് ആക്കാനുള്ള ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഹെഡിങ് ബോൾഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹെഡിങ് അണ്ടർലൈൻ ചെയ്യണം. ഇതിനായി അണ്ടർലൈൻഡ് യു എന്ന ആ ഒരു ചിഹ്നത്തിൽ തൊടുക. 3 ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. തുടർച്ചയായ വരകൾ, ഡോട്ടിട്ട വരകൾ, അതേപോലെ സിഗ്സാഗ് ആയിട്ടുള്ള വരകൾ. നമുക്ക് ആദ്യത്തെ ഓപ്ഷനാണ് വേണ്ടതെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഐസക് ന്യൂട്ടൺ എന്നത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി അണ്ടർലൈൻ പോകണമെങ്കിൽ അവിടെ തന്നെ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്താൽ മതി. അണ്ടർലൈൻ ഒഴിവാകും. അണ്ടർലൈൻ കൊടുക്കുന്നു. ഇനി ടെക്സ്റ്റ് കളർ, ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത് ബ്ലാക്ക് ആണ്. അത് മാറ്റി കൂടുതൽ കളർ ഇവിടെ അവൈലബിൾ ആണ്. ഞാനിവിടെ ഇങ്ങനൊരു കളർ സെലക്ട് ചെയ്യുന്നു. വീണ്ടും ബാക്കിലേക്ക് വരുന്നു. ഇനി ഹെഡിങ് നടുവിലേക്ക് കൊണ്ടുപോകണം. അതിനായി മൾട്ടിപ്പിൾ എന്നതിന് വലതുവശത്ത് അലൈൻമെൻറ്റ് ടൂൾസ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന മാറ്റം നിരീക്ഷിക്കുക. അതിൽ ചിഹ്നത്തിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതെന്തിനുള്ള ടൂളാണെന്ന്. ഹെഡിങ് നടുവിൽ ക്രമീകരിക്കാനുള്ള ടൂളിൽ സെലക്ട് ചെയ്യുന്നു. ഇത്രയുമാണ് ഹെഡിങ്ങിൽ ചെയ്യേണ്ടത്. ഇനി പാരഗ്രാഫ് ഫോർമാറ്റിംഗ് ആണ്. ഇതിനായി പാരഗ്രാഫിൻ്റെ ഏറ്റവും ഇടതുവശത്ത് കേഴ്സർ കൊണ്ടുവരിക. അതിനായി അവിടെ ക്ലിക്ക് ചെയ്ത് നീല നിറത്തിലുള്ള വര സെലക്ട് ചെയ്ത് ഇടതുവശത്തേക്ക് കൊണ്ടുവരിക. പുറത്തെവിടെയെങ്കിലും ഡ്രാഗ് ചെയ്താൽ സെലക്ഷൻ പോകും. ഇപ്പോൾ പ്രഗത്ഭനായ എന്ന വാക്കിന് ഇടതുവശത്ത് കേഴ്സർ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. ഒരു പാരഗ്രാഫിൻ്റെ തുടക്കത്തിൽ ഒരു ടാബ് നൽകാറുണ്ടല്ലോ, അതായത് ഏതാനും സ്പേസ് കൊടുക്കാറുണ്ട്. അതിനായി സ്പേസ് ബാർ 4 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പാരഗ്രാഫ് തുടക്കത്തിൽ കുറച്ച് സ്പേസിന് ശേഷം വന്നിട്ടുണ്ട്. ഇനി പാരഗ്രാഫ് മുഴുവനായി ഇറ്റാലിക്സ് ആക്കണമെന്ന് വിചാരിക്കുക. അതിന് പ്രഗത്ഭനായ എന്ന വാക്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അവിടെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്കത് ആവശ്യമില്ല. അതുകൊണ്ട് പുറത്തെവിടെയെങ്കിലും ഒന്ന് ഡ്രാഗ് ചെയ്താൽ ആ ലിസ്റ്റ് പോകും. സെലക്ഷൻ്റെ വലതുവശത്തുള്ള വരയിൽ പിടിച്ച് ഡ്രാഗ് ചെയ്ത് പാരഗ്രാഫ് മുഴുവനായി നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ വീണ്ടും ആ ലിസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്കതിൽ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. നമുക്കതല്ല ആവശ്യം, ഇറ്റാലിക്സ് ആക്കുക എന്നുള്ളതാണ്. അതിന് വീണ്ടും മെനു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഹോമിലെ ഇറ്റാലിക്സ് ക്ലിക്ക് ചെയ്യുന്നു. ടെക്സ്റ്റ് കളർ ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുക. ജസ്റ്റിഫൈ ടൂൾ എടുക്കുക. നേരത്തെ ഹെഡിങ് നടുവിലേക്ക് കൊണ്ടുപോയിരുന്നു. അതേപോലെ ഇത് ഇടതുവശം മാത്രം ജസ്റ്റിഫൈ ചെയ്യുന്ന ടൂളാണ്. ഇത് വലതുവശം മാത്രം ജസ്റ്റിഫൈ ചെയ്യുന്ന ടൂളാണ്. 4ാമത്തേതാണ് ഇടതുവശം വലതുവശവും ജസ്റ്റിഫൈ ചെയ്യാനുള്ള ടൂള്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 വാക്കുകൾക്കിടയിൽ ആവശ്യമില്ലാത്ത സ്പേസ് വരും എന്നുള്ളതാണ്. അത് പ്രശ്നമില്ലെങ്കിൽ ആ ടൂൾ ഉപയോഗിക്കാം. ഇനി വരികൾ തമ്മിലുള്ള അകലം ക്രമീകരിക്കുന്നതിനാണ് മൾട്ടിപ്പിൾ എന്നുള്ള ഓപ്ഷൻ ഉള്ളത്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന മാറ്റം നിരീക്ഷിക്കുക. ഇപ്പോൾ വരികൾ തമ്മിൽ വളരെ അടുത്താണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. ആവശ്യാനുസരണം വരികൾ തമ്മിലുള്ള അകലം ക്രമീകരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പാരഗ്രാഫിൽ ആവശ്യം വേണ്ടത്. അതിനുശേഷം ഐസക് ന്യൂട്ടൺ പ്രവർത്തിച്ചിരുന്ന മേഖലകൾ, ഭൗതികശാസ്ത്രം, ഗണിതം, ജ്യോതിശാസ്ത്രം തുടങ്ങിയ ലിസ്റ്റ്, അതിന് ബുള്ളറ്റ് നൽകണം. അതിനായി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഭൗതികശാസ്ത്രം എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക.
വരുന്ന ലിസ്റ്റിൻ്റെ പുറത്ത് എവിടെയെങ്കിലും ഡ്രാഗ് ചെയ്താൽ ആ ലിസ്റ്റ് പോകും. സെലക്ഷൻ്റെ വലതുവശത്തുള്ള വരയിൽ പിടിച്ച് താഴേക്ക് ഡ്രാഗ് ചെയ്താൽ ലിസ്റ്റ് മുഴുവനും സെലക്ട് ആവും. ശേഷം ഹോമിൽ തന്നെ താഴെ ബുള്ളറ്റ് നൽകുന്നതിനുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ കൂടുതൽ ഓപ്ഷനുകൾ ലഭ്യമാണ്. ബുള്ളറ്റ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ്. ഇവിടെ ഞാൻ ബുള്ളറ്റ് നൽകുന്നു. പുറത്തെവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്ഷൻ പോകും. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഡോക്യുമെൻ്റ് പേജിൽ എപ്രകാരമാണ് ക്രമീകരിക്കപ്പെട്ടതെന്ന് നോക്കാം. വീണ്ടും സൂം ഔട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ തലക്കെട്ട് വലുതായിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച പോലെ അണ്ടർലൈൻ ചെയ്തു. നമ്മൾ ഉദ്ദേശിച്ച കളർ നൽകിയിട്ടുണ്ട്. മേഖലകൾ എന്നുള്ളതിൻ്റെ താഴെയുള്ള ലിസ്റ്റ് ബുള്ളറ്റ് നൽകിയിട്ടുണ്ട്. ഇത്രയുമാണ് ഹോമിലെ പ്രധാനപ്പെട്ട വസ്തുതകൾ. ഇതുവരെയുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കാം. നമ്മൾ തയ്യാറാക്കിയ ഡോക്യുമെൻ്റ് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുന്നതിനോ അതല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കുന്നതിനോ മുമ്പ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണോ പേപ്പറിൽ പ്രിൻ്റ് ഔട്ട് ലഭിക്കുക എന്ന കാര്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനായി മെനുവിൽ ഫയലിൽ പ്രിൻ്റ് സെലക്ട് ചെയ്യുക. പ്രിൻ്റ് എന്ന ഓപ്ഷനിൽ പ്രിൻ്റ് സെറ്റപ്പ്, പ്രിവ്യൂ എന്നിങ്ങനെ 2 തലക്കെട്ടുകൾ കാണാം. ഇതിൽ പ്രിൻ്റ് സെറ്റപ്പിന് താഴെയുള്ള പേജ് സെറ്റപ്പിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പേജ് സൈസ് കാണാം. അത് ലെറ്റർ സൈസിലാണ് കിടക്കുന്നത്. നമുക്കതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ലിസ്റ്റ് ലഭിക്കും. അതിൽ A4 സെലക്ട് ചെയ്യുക. ഓറിയൻറ്റേഷൻ ആവശ്യമെങ്കിൽ ലാൻഡ്സ്കേപ്പിലേക്ക് മാറ്റാം. ഇപ്പോൾ പോർട്രേറ്റ് ആക്കുന്നു. ഇനി പേജും മാർജിനാണ് കാണുന്നത്. ആവശ്യമെങ്കിൽ മാർജിൻ ക്രമീകരിക്കാം. ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം പേജ് സെറ്റപ്പ് എന്ന തലക്കെട്ടിന് വലതുവശത്തുള്ള പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുക. പ്രിവ്യൂവിൽ കാണുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് ലഭിക്കുക. അതല്ലെങ്കിൽ PDF കൺവേർട്ട് ചെയ്യുമ്പോൾ പേജിൽ ഇപ്രകാരമായിരിക്കും കാണപ്പെടുക. ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം OK ക്ലിക്ക് ചെയ്യുക. ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. വീണ്ടും മെനുവിലെ ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡോക്യുമെൻറ്റിൽ ഏറ്റവും ആദ്യം ടൈപ്പ് ചെയ്ത അക്ഷരങ്ങളായിരിക്കും ഫയൽ നെയിമായി വരിക. കൂടെ WPS ഓഫീസ് എന്നും കാണാം. ഇത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഫയൽ നെയിം നൽകാം. ഞാനിവിടെ ഐസക് ന്യൂട്ടൺ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഫയൽ നെയിം നൽകിയതിൻ്റെ വലതുവശത്ത് .docx എന്ന് കാണാം. അവിടെ മാറ്റം വരുത്തേണ്ടതില്ല. തൊട്ട് താഴെയുള്ള സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഐസക് ന്യൂട്ടൺ എന്ന പേരിൽ ഈ ഡോക്യുമെൻ്റ് വേർഡ് ഡോക്യുമെൻ്റായി തന്നെ സേവ് ആയിട്ടുണ്ട്. ഡൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ടൈപ്പ് ചെയ്ത വിവരങ്ങളെല്ലാം ഡോക്യുമെൻ്റായി തന്നെ നമ്മുടെ ഫോണിൽ സേവ് ആയി കഴിഞ്ഞു. സേവ് ചെയ്തതിന് ശേഷം വീണ്ടും ഡോക്യുമെൻറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ, അതായത് കൂട്ടിച്ചേർക്കലുകളോ ഒഴിവാക്കലുകളോ ഉണ്ടെങ്കിൽ ഇടതുവശത്ത് ഏറ്റവും മുകളിൽ കാണുന്ന എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അതിനുശേഷം വീണ്ടും സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് ബട്ടൺ എന്നത് ഏറ്റവും ഇടതുവശത്ത് മുകളിൽ ഡണ്ണിൻ്റെ വലതുവശത്ത് കാണുന്ന ചതുരാകൃതിയിലുള്ള ബട്ടനാണ് സേവ് ബട്ടൺ. അവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡൺ ക്ലിക്ക് ചെയ്യുക. ഈ ഡോക്യുമെൻ്റ് ഇമെയിലായോ അതല്ലെങ്കിൽ വാട്സപ്പിലൂടെയോ മറ്റൊരാൾക്ക് എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി താഴെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഷെയർ ആസ് ഓപ്ഷൻ എന്ന തലക്കെട്ടിന് താഴെ ആദ്യ റോയിൽ കാണുന്നത് ഷെയർഡ് ലിങ്ക് ആണ്. അതായത് അവിടെ ക്ലിക്ക് ചെയ്താൽ WPS ഓഫീസിൻ്റെ ലിങ്കായാണ് ഷെയർ ചെയ്യപ്പെടുക. നമുക്കതല്ല വേണ്ടത്. ഈ ഒറിജിനൽ ഫയൽ തന്നെയാണ് ഷെയർ ചെയ്യേണ്ടത്. അതിന് തൊട്ട് താഴെയുള്ള മോർ ഷെയറിംഗ് ഓപ്ഷനിലെ ഒറിജിനൽ ഫയൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലഭിക്കുന്ന ലിസ്റ്റിൽ വാട്സപ്പ് അല്ലെങ്കിൽ ഇമെയിൽ സെലക്ട് ചെയ്ത് അതിലൂടെ നമുക്ക് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ഡോക്യുമെൻ്റായി തന്നെ ഷെയർ ചെയ്താൽ ഇത് ലഭിക്കുന്നയാൾക്ക് അതിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അദ്ദേഹം റിസീവ് ചെയ്ത് വീണ്ടും WPS ഓഫീസിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെ
വേർഡിലോ ഉബുണ്ടുവിലെ റൈറ്ററിലോ തുറന്നതിന് ശേഷം ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി സേവ് ചെയ്ത് സൂക്ഷിക്കാം. എന്നാൽ എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ, അതായത് PDF ആയി നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഇതിനെ PDF ആയി കൺവേർട്ട് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഏറ്റവും താഴെ ഇടതുവശത്തെ ടൂൾസിൽ ക്ലിക്ക് ചെയ്യുക. ഫയലിൽ സേവ് ആസ് എന്നത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളോട് എവിടെയാണിത് സേവ് ചെയ്യേണ്ടത്, ലൊക്കേഷൻ എവിടെയാണ് വേണ്ടതെന്ന് ചോദിക്കും. അതിൽ ലൊക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ഫോൺ മൈ ഡോക്യുമെൻറ്റ്സ്, ഇനി മെമ്മറി കാർഡ് ഉപയോഗിക്കുന്ന ഫോണാണെങ്കിൽ മെമ്മറി കാർഡ് എന്ന് കാണിക്കും. ഇതിൽ ഫോൺ മെമ്മറിയോ അതല്ലെങ്കിൽ മെമ്മറി കാർഡോ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഫോൺ സെലക്ട് ചെയ്യുന്നു. ഫോൺ മെമ്മറിയിലേക്കാണിത് സേവ് ആവുന്നത്. ഇപ്പോൾ ഏറ്റവും താഴെ ഐസക് ന്യൂട്ടൺ എന്ന് ഫയൽ നെയിം ഡീഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. ആവശ്യമെങ്കിൽ മാറ്റം വരുത്താം. ഞാനിവിടെ മാറ്റം വരുത്തുന്നില്ല. ഇനി റൈറ്റ് സൈഡിൽ നോക്കിയാൽ .docx എന്ന് കാണാം. ഇത് ഡോക്യുമെൻറ്റ് ഫോർമാറ്റ്, അതായത് വേർഡ് അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ഫയലിൻ്റെ ഫയൽ എക്സ്റ്റൻഷനാണ്. അവിടെ ക്ലിക്ക് ചെയ്താൽ ഏതാനും ഫോർമാറ്റുകളുടെ ലിസ്റ്റ് കിട്ടും. അതിലെ .pdf സെലക്ട് ചെയ്യുക. അപ്പോൾ തൊട്ട് താഴെയുള്ള സേവ് ബട്ടൺ ഇപ്പോൾ എക്സ്പോർട്ട് PDF എന്നായി മാറിയിട്ടുണ്ട്. എക്സ്പോർട്ട് PDF ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി ഈ പേരിലൊരു PDF ഉള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു മെസ്സേജ് വരുന്നത്. ഇപ്പോൾ PDFിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. ഏറ്റവും മുകളിൽ എക്സ്പോർട്ട് PDF സക്സസ്ഫുള്ളി എന്ന് കാണുന്നു. അവിടെ വ്യൂ നൗ എന്നും കാണുന്നുണ്ട്. വ്യൂ നൗ ക്ലിക്ക് ചെയ്യുക. PDF ഫയൽ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുന്നതിന് താഴെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഷെയർ ആസ് ഓപ്ഷൻ എന്നുള്ളതിൻ്റെ താഴെയുള്ള ആദ്യത്തെ റോയിൽ സെലക്ട് ചെയ്യരുത്. താഴെയുള്ള ഒറിജിനൽ ഫയൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് ഇമെയിൽ, വാട്സപ്പ് അല്ലെങ്കിൽ ബ്ലൂടൂത്ത്, അതല്ല എങ്കിൽ ടെലഗ്രാം തുടങ്ങിയ ഏത് പ്ലാറ്റ്ഫോമിലൂടെയും നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ഇതുവരെ WPS ഓഫീസ് വേർഡിലെ ടൂൾസിൽ ഹോം, ഫയൽ എന്നിവയാണ് നാം പരിചയപ്പെട്ടത്. അടുത്തതായി ഇൻസേർട്ടിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം. അതിനായി മുമ്പ് ചെയ്തു വെച്ച ഒരു ഡോക്യുമെൻറ്റ് തുറക്കാം. WPS ഓഫീസിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ തുറന്നു വരുന്ന ഹോം പേജിൽ മുമ്പ് ചെയ്തു വെച്ച ഫയലുകൾ കാണാം. ഇവിടെ ആദ്യത്തെ 3 നോക്കുക. ഐസക് ന്യൂട്ടൺ എന്ന പേരിൽ 3 ഫയലുകൾ കാണാം. ആദ്യത്തേത് ഐസക് ന്യൂട്ടൺ എന്ന പേരിൽ സേവ് ചെയ്ത PDF ഫയലാണ്. രണ്ടാമത്തേത് ഐസക് ന്യൂട്ടൺ എന്ന പേരിൽ സേവ് ചെയ്ത ഡോക്യുമെൻ്റ് ആണ്. മൂന്നാമതും അതേ പേരിൽ കാണുന്നത് ഫോൺ മെമ്മറിയിലോ അല്ലെങ്കിൽ മെമ്മറി കാർഡിലോ ഉള്ള ഫയലാണ്. അതിൻ്റെ ലൊക്കേഷൻ അവിടെയാണ് എന്ന് സൂചിപ്പിക്കുന്നു. ഇതിൽ PDF തുറന്നു നോക്കാം. WPS ഓഫീസിൻ്റെ ഫ്രീ വേർഷനിൽ PDF എഡിറ്റ് ചെയ്യുക സാധ്യമല്ല. WPS ഓഫീസിൻ്റെ പെയ്ഡ് വേർഷൻ അഥവാ പ്രീമിയം വേർഷനിൽ മാത്രമേ PDF എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഹോം പേജിലേക്ക് തന്നെ വരാം. നമുക്ക് എഡിറ്റ് ചെയ്യുന്നതിനായി ഡോക്യുമെൻറ്റ് ഫയൽ തന്നെ തുറക്കാം. രണ്ടാമത്തെ ഡോക്യുമെൻറ്റ് തുറക്കുന്നു. ഇതിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് ആദ്യം എഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇടതുവശത്ത് ഏറ്റവും മുകളിൽ എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. താഴെ ടൂൾസിൽ ഹോം, ഫയൽ, ഇതിൻ്റെ വലതുവശത്തുള്ള ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ടിൽ പിക്ചർ, ടെക്സ്റ്റ് ബോക്സ്, ഷേപ്പ്, സിഗ്നേച്ചർ തുടങ്ങിയവ കാണാം. നമുക്കാദ്യം ഒരു പിക്ചർ എങ്ങനെയാണ് ഈ ഡോക്യുമെൻറ്റിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് നോക്കാം. അതിനായി ഇൻസേർട്ടിൽ പിക്ചർ ക്ലിക്ക് ചെയ്യുക. പിക്ചർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലെ ഗ്യാലറിയിലേക്കാണ് പോകുന്നത്. ഡോക്യുമെൻറ്റിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പിക്ചർ മുൻകൂട്ടി ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഗ്യാലറിയിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഗ്യാലറിയിലുള്ള ഇമേജസ് ആണ് ഈ കാണുന്നത്. സർ ഐസക് ന്യൂട്ടൻ്റെ ഒരു ചിത്രം സെലക്ട് ചെയ്യുന്നു. താഴെ വലതുവശത്തുള്ള OK ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഡോക്യുമെൻറ്റിലേക്ക് ആ പിക്ചർ വന്നു കഴിഞ്ഞു. ഇപ്പോൾ പിക്ചർ വന്നിരിക്കുന്നത് ഏറ്റവും മുകളിലാണ്. കാരണം ഈ ഡോക്യുമെൻറ്റിൽ കേഴ്സർ അവിടെയായിരുന്നു.
എവിടെയാണോ കേഴ്സർ ഉള്ളത് അവിടെയായിരിക്കും പിക്ചർ ഇൻസേർട്ട് ആവുക. പിന്നീട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഡ്രാഗ് ചെയ്ത് ഈ പിക്ചർ കൊണ്ടുവരാം. ഇപ്പോൾ പിക്ചർ സെലക്റ്റഡ് ആണ്, അതായത് പിക്ചറിന് ചുറ്റും 9 ഡോട്ടുകൾ കാണാം. പിക്ചർ സെലക്റ്റഡ് ആയിരിക്കുന്ന അവസ്ഥയിൽ ഏറ്റവും താഴെ പിക്ചറുമായി ബന്ധപ്പെട്ട ഏതാനും ടൂൾസ് പ്രത്യക്ഷമാകും. ആദ്യത്തേത് ക്രോപ്പ്, രണ്ടാമത്തേത് റൊട്ടേറ്റ്, റാപ്പ്, സേവ് ഇമേജ്, ഡിലീറ്റ് എന്നിവ. പിക്ചർ സെലക്റ്റഡ് ആയിരിക്കുന്ന അവസ്ഥയിൽ താഴെയുള്ള ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പിക്ചർ ഡിലീറ്റ് ആവും. വീണ്ടും പിക്ചർ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ താഴെ ടൂൾസിൽ ഇൻസേർട്ടിൽ പിക്ചർ ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇവിടെ തന്നെ ഏറ്റവും താഴെ വലതുവശത്ത് ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്തായി ഒരു ഗ്യാലറിയുടെ എംബ്ലം കാണാം, അല്ലെങ്കിൽ ഒരു ഫോട്ടോയുടെ എംബ്ലം കാണാം. അവിടെ ക്ലിക്ക് ചെയ്താലും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്യാം. വീണ്ടും ഐസക് ന്യൂട്ടൻ്റെ മറ്റൊരു ചിത്രം ഇൻസേർട്ട് ചെയ്യുന്നു. ഇൻസേർട്ട് ചെയ്ത പിക്ചർ ക്രോപ്പ് ചെയ്ത് ചെറുതാക്കണമെന്ന് വിചാരിക്കുക. അതിന് ക്രോപ്പ് ടൂൾ ഉപയോഗിക്കാം. ക്രോപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിക്ചറിന് ചുറ്റുമുള്ള സെലക്ഷനിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആവശ്യാനുസരണം ക്രോപ്പ് ചെയ്യാം. കോർണറിലാണെങ്കിൽ ഈ പിക്ചറിൻ്റെ റേഷ്യോ മാറാതെ തന്നെ ക്രോപ്പ് ആവുന്നത് കാണാം. വശങ്ങളിൽ പിടിച്ചും നമുക്ക് ക്രോപ്പ് ചെയ്യാം. ആവശ്യാനുസരണം ക്രോപ്പ് ചെയ്തതിന് ശേഷം പുറത്തെവിടെയെങ്കിലും ടച്ച് ചെയ്താൽ അത്രയും ഭാഗം ക്രോപ്പ് ആവുന്നതാണ്. ചിത്രം സെലക്ട് ചെയ്ത് കോർണറിലുള്ള ഡോട്ടിൽ പിടിച്ച് ഡ്രാഗ് ചെയ്താൽ ചിത്രം വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യാം. ചിത്രത്തോട് ചേർന്നുള്ള 8 ഡോട്ടുകൾ കൂടാതെ 9ാമതൊരു ഡോട്ട് കൂടി കാണാം. അവിടെ പിടിച്ച് ഡ്രാഗ് ചെയ്താൽ ചിത്രത്തെ ആവശ്യാനുസരണം നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കാം. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കോണളവും കാണിക്കും. മുമ്പ് ചെയ്ത പ്രവൃത്തി റദ്ദാക്കണമെങ്കിൽ അൺഡു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. സേവ് ബട്ടൻ്റെ തൊട്ടടുത്തായി ഇടതുവശത്തേക്ക് ഒരു ആരോ മാർക്ക് കാണാം. അതാണ് അൺഡു ബട്ടൺ. മുമ്പ് ചെയ്ത പ്രവൃത്തി റദ്ദാക്കുന്നതിനാണ് അൺഡു ബട്ടൺ ഉപയോഗിക്കുന്നത്. ചിത്രത്തെ 90 ഡിഗ്രി വീതം റൊട്ടേറ്റ് ചെയ്യിക്കണമെങ്കിൽ താഴെയുള്ള റൊട്ടേറ്റ് ബട്ടണും ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്താൽ ചിത്രം 90 ഡിഗ്രി വീതം റൊട്ടേറ്റ് ചെയ്യുന്നത് കാണാം. മറ്റൊരു ടൂളാണ് റാപ്പ്. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ആ ചിത്രത്തെ കൊണ്ടുവയ്ക്കുന്നതിന് റാപ്പ് സഹായിക്കും. റാപ്പ് ക്ലിക്ക് ചെയ്യുക. ഇൻ ലൈൻ വിത്ത് ടെക്സ്റ്റ്, അതാണ് സെലക്ട് ആയി കിടക്കുന്നത്. ഇപ്പോൾ ചിത്രം ഡ്രാഗ് ചെയ്ത് വയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കുക. ഒരു ലൈനിനോടൊപ്പമാണ് എപ്പോഴും ആ ചിത്രം വരുന്നത്. ടോപ്പ് ആൻഡ് ബോട്ടം, ഒരു ലൈനിൻ്റെ ടോപ്പിലോ ബോട്ടം പാർട്ടിലോ നമുക്ക് ചിത്രം ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയി വയ്ക്കാം. സ്ക്വയർ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ എപ്രകാരമാണ് ആ ചിത്രം ഡോക്യുമെൻറ്റിൽ ക്രമീകരിക്കാൻ സാധിക്കുന്നത് എന്ന് നോക്കുക. ഇൻ ഫ്രണ്ട് ഓഫ് ടെക്സ്റ്റ്, ടെക്സ്റ്റിൻ്റെ മുന്നിലേക്ക് ആ ചിത്രത്തെ കൊണ്ടുവരുന്നതിനാണ് ഇൻ ഫ്രണ്ട് ഓഫ് ടെക്സ്റ്റ് എന്ന ടൂൾ ഉപയോഗിക്കുന്നത്. ഒരെണ്ണം കൂടിയാണുള്ളത്, ബിഹൈൻഡ് ടെക്സ്റ്റ്, അതായത് ചിത്രത്തിൻ്റെ മുകളിലൂടെ ടെക്സ്റ്റ് കാണുമെന്നർത്ഥം. ഇതിൽ നമുക്കിഷ്ടമുള്ള ഒരു ടൂൾ സെലക്ട് ചെയ്യുകയും അവിടെ ആ ചിത്രത്തെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയി വയ്ക്കുകയും ചെയ്യാം. ഇവിടെ ഹെഡിങ്ങിന് തൊട്ട് താഴെ, അതായത് പാരഗ്രാഫ് തുടങ്ങുന്നതിന് മുമ്പാണ് ചിത്രം വേണ്ടതെന്ന് വിചാരിക്കുക. ഇപ്പോൾ ചിത്രമുള്ളത് പാരഗ്രാഫിന് താഴെയാണ്. എങ്ങനെയാണ് ഹെഡിങ്ങിനും പാരഗ്രാഫിനും ഇടയിൽ ഈ ചിത്രം ക്രമീകരിക്കുന്നത് എന്ന് നോക്കാം. അതിനായി ആദ്യം ഹെഡിങ്ങിനും പാരഗ്രാഫിനും ഇടയിൽ ആ ചിത്രം വയ്ക്കുന്നതിന് കുറച്ച് സ്പേസ് ആവശ്യമാണ്. അതിന് പാരഗ്രാഫിൻ്റെ തുടക്കത്തിൽ കേഴ്സർ കൊണ്ടുവയ്ക്കുക. അതിനുശേഷം എൻ്റർ ബട്ടൺ അമർത്തി ആവശ്യമായ സ്പേസ് അവിടെ ക്രമീകരിക്കുക. ശേഷം ചിത്രം സെലക്ട് ചെയ്ത് അതിനെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഹെഡിങ്ങിന് താഴെ ക്രമീകരിക്കാം. ഡോക്യുമെൻ്റ് കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നതിന് ടെക്സ്റ്റ് ബോക്സുകളും ഷേപ്പുകളും ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. ഒരു ടെക്സ്റ്റ് ബോക്സുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഓപ്ഷനുകളാണ് ഉള്ളതെന്ന് നോക്കാം. ആദ്യം ഒരു ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്യാം. അതിനായി ടൂൾസിൽ ഇൻസേർട്ടിൽ പിക്ചറിന് താഴെയുള്ള ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ബോക്സ് ഡോക്യുമെൻറ്റിലേക്ക് ഇൻസേർട്ടായി കഴിഞ്ഞു. ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ
ടൈപ്പ് ചെയ്ത് ചേർക്കാം. ശേഷം ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഡോക്യുമെൻ്റ് ചെറുതാവുകയും ടെക്സ്റ്റ് ബോക്സ് എപ്രകാരമാണ് ഇവിടെ ഇൻസേർട്ട് ആയിരിക്കുന്നതെന്ന് കാണുകയും ചെയ്യാം. ടെക്സ്റ്റ് ബോക്സിന് പുറത്ത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ടെക്സ്റ്റ് ബോക്സ് സെലക്റ്റഡ് ആണ്. നേരത്തെ കണ്ടതുപോലെ കുറച്ച് ഡോട്ടുകൾ ടെക്സ്റ്റ് ബോക്സിന് ചുറ്റുമായി വന്നിട്ടുണ്ട്. അതിൽ കോർണറിലുള്ള ഡോട്ടിൽ പിടിച്ച് ഡ്രാഗ് ചെയ്ത് ആവശ്യാനുസരണം അതിൻ്റെ വലുപ്പം ക്രമീകരിക്കാം. വശങ്ങളിൽ പിടിച്ച് ബോക്സിനെ ചെറുതാക്കാം. ശേഷം ബോക്സിനെ ഡ്രാഗ് ചെയ്ത് നാം ഉദ്ദേശിച്ച സ്ഥലത്ത് അതിനെ കൊണ്ടുപോയി വയ്ക്കാം. മുകളിലുള്ള ബട്ടണിൽ പിടിച്ച് ഡ്രാഗ് ചെയ്താൽ നമുക്കതിനെ റൊട്ടേറ്റ് ചെയ്യാം. ടെക്സ്റ്റ് ബോക്സ് സെലക്റ്റഡ് ആയിരിക്കുന്ന അവസ്ഥയിൽ ടെക്സ്റ്റ് ബോക്സുമായി ബന്ധപ്പെട്ട കുറച്ച് ഓപ്ഷൻസ് താഴെ വന്നിട്ടുണ്ട്. ഡിലീറ്റ്, ത്രെഡ്, റാപ്പ്, റൊട്ടേറ്റ്, ആഡ് ടെക്സ്റ്റ് എന്നിവ. കൂടാതെ ഇടതുവശത്തുള്ള ടൂൾസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഡ്രോയിങ് ടൂൾസും ലഭ്യമാണ്. ഇതിൽ ബോർഡർ സ്റ്റൈൽ ക്രമീകരിക്കാം. ഇപ്പോൾ തുടർച്ചയുള്ള വരയായിട്ടാണ് ടെക്സ്റ്റ് ബോക്സ് വന്നിട്ടുള്ളത്. ഡോട്ടഡ് ലൈൻ ആക്കാം, ഇടവിട്ടുള്ള വരയാക്കാം. ഇനി ബോർഡർ വേണ്ട എന്നുണ്ടെങ്കിൽ അതിന് വലതുവശത്തുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ടെക്സ്റ്റ് ബോക്സിൻ്റെ ബോർഡർ പോകും. ഇവിടെ ഡോട്ട് ലൈൻസ് കൊടുക്കുന്നു. താഴെ ബോർഡറിൻ്റെ കളർ സെറ്റ് ചെയ്യാം. ആവശ്യാനുസരണം ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്യാം. ഇനി ബോർഡറിൻ്റെ കട്ടി ആവശ്യാനുസരണം ക്രമീകരിക്കാം. ഇത്രയുമാണ് ടെക്സ്റ്റ് ബോക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ടെക്സ്റ്റ് ബോക്സിൻ്റെ പുറത്തെവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ സെലക്ഷൻ പോകും. വീണ്ടും നമുക്ക് ആവശ്യാനുസരണം അതിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതിനുമുള്ള സൗകര്യമുണ്ട്. ഡ്രാഗ് ചെയ്ത് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വയ്ക്കാം. ഇതേപോലെ ഡോക്യുമെൻറ്റിലേക്ക് ഒരു ഷേപ്പ് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ടൂൾസിൽ ഇൻസേർട്ടിൽ ഷേപ്പ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഏതാനും ഷേപ്പുകൾ ദൃശ്യമാകും. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പ് സെലക്ട് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഷേപ്പ് ഡോക്യുമെൻറ്റിലേക്ക് ഇൻസേർട്ട് ആവും. നേരത്തെ പിക്ചറും ടെക്സ്റ്റ് ബോക്സും ചെയ്തതുപോലെ ഡ്രാഗ് ചെയ്ത് ഇതിനെ ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വയ്ക്കാം. വശങ്ങളിലുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വലിപ്പം ക്രമീകരിക്കാം. സാധാരണ സെലക്ട് ആകുമ്പോൾ വരുന്ന ഡോട്ടുകൾ കൂടാതെ മഞ്ഞ കളറിലുള്ള ഡോട്ടുകൾ കൂടി വന്നിട്ടുണ്ട്. അവിടെ പിടിച്ച് ഡ്രാഗ് ചെയ്താൽ ഷേപ്പിൽ ആവശ്യാനുസരണം മാറ്റങ്ങൾ വരുത്താം. ഇതിനുള്ളിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നതിന് താഴെയുള്ള ആഡ് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ശേഷം ബാക്ക് ബട്ടൺ പ്രസ് ചെയ്താൽ ടെക്സ്റ്റ് അവിടെ വന്നിരിക്കുന്നത് കാണാം. ഷേപ്പുമായി ബന്ധപ്പെട്ട ഡ്രോയിങ് ടൂൾസ് ലഭിക്കുന്നതിന് ഷേപ്പ് സെലക്ട് ചെയ്യുക. ഷേപ്പിൻ്റെ ബോർഡറിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. താഴെ ടൂൾസ് ക്ലിക്ക് ചെയ്താൽ ഡ്രോയിങ് ടൂൾസ് ലഭിക്കും. ഇവിടെ നമുക്ക് ബോർഡറിൻ്റെ സ്റ്റൈൽ ക്രമീകരിക്കാം. ബോർഡറിൻ്റെ കളർ സെലക്ട് ചെയ്യാം. ബോർഡറിൻ്റെ വിഡ്ത്തും ക്രമീകരിക്കാൻ സാധിക്കും. ഷേപ്പിന് പുറത്ത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ സെലക്ഷൻ പോകും. സൂം ഔട്ട് ചെയ്ത് ഡോക്യുമെൻറ്റിൽ ഇവ എപ്രകാരമാണ് ക്രമീകരിക്കപ്പെട്ടതെന്ന് കാണാം. അടുത്തതായി ഈ ഡോക്യുമെൻറ്റിലേക്ക് ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ടേബിൾ ഇൻസേർട്ട് ചെയ്യാൻ ഈ പേജിൽ സ്ഥലമില്ല. അതിനാൽ രണ്ടാമതൊരു പേജിലാണ് ടേബിൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഡോക്യുമെൻറ്റിൽ ഒരു പേജ് മാത്രമേ ഉള്ളൂ. രണ്ടാമതൊരു പേജ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ടൂൾസിൽ ഇൻസേർട്ടിൽ ബ്ലാങ്ക് പേജ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് പുതിയ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പോൾ കേഴ്സർ ഉള്ളത് ഡോക്യുമെൻറ്റിൽ അവസാനം ടൈപ്പ് ചെയ്ത മതതത്വശാസ്ത്രം എന്ന ആ ഒരു വാക്കിൻ്റെ താഴെയാണ്. അവിടെ കേഴ്സർ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. കീബോർഡ് എടുത്ത് എൻ്റർ ബട്ടൺ അമർത്തിയാൽ കേഴ്സർ താഴേക്ക് വരുന്നത് കാണാം.
കേഴ്സർ താഴേക്ക് വരുമ്പോൾ ആദ്യ പേജിൽ സ്ഥലമില്ലാതെ വന്നാൽ അടുത്ത പേജിലേക്ക് ഓട്ടോമാറ്റിക്കായി കേഴ്സർ വരികയും പുതിയൊരു പേജ് ക്രിയേറ്റ് ആവുകയും ചെയ്യും. ഇത്തരത്തിൽ പുതിയ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം. ഈ പേജ് വേണ്ട എന്നുണ്ടെങ്കിൽ കീബോർഡ് എടുത്ത് എൻ്റർ ബട്ടന് തൊട്ട് മുകളിലുള്ള ഡിലീറ്റ് ബട്ടൺ അമർത്തിയാൽ കേഴ്സർ മുകളിലേക്ക് വരികയും അടിയിൽ വന്ന പേജ് ഡിലീറ്റ് ആവുകയും ചെയ്യും. ഇപ്പോൾ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെയാണ് നമുക്കൊരു ടേബിൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്. ടേബിൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് ടൂൾസിൽ ഇൻസേർട്ടിൽ ടേബിൾ ക്ലിക്ക് ചെയ്യുക. നമുക്കിഷ്ടമുള്ള ടേബിൾ സ്റ്റൈൽ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം എത്ര കോളവും എത്ര റോയുമാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യുന്നു. ഇവിടെ 2 കോളവും 4 റോയുമുള്ള ഒരു ടേബിളാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. റോയുടെയും കോളത്തിൻ്റെയും എണ്ണം ക്രമീകരിച്ച ശേഷം മുകളിലുള്ള ഓക്കെ പ്രസ് ചെയ്യുക. ഇപ്പോൾ രണ്ടാമത്തെ പേജിൽ ഒരു ടേബിൾ ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ ഒരു സെൽ സെലക്ട് ആയിരിക്കുന്നത് കാണാം. മുകളിൽ എ, ബി എന്നിങ്ങനെ കോളത്തിൻ്റെ അഡ്രസ്സും താഴേക്ക് 1, 2, 3, 4 എന്നിങ്ങനെ റോയുടെ അഡ്രസ്സും കാണാം. ഇപ്പോൾ സെലക്ട് ആയിരിക്കുന്ന സെൽ A1 ആണ്. ഇപ്പോൾ സെലക്ട് ആയിരിക്കുന്നത് B4 ആണ്. A1 മുതൽ B4 വരെ നമുക്ക് വിവരങ്ങൾ ചേർക്കാം. ടേബിളിൽ വിവരങ്ങൾ ചേർത്ത് കഴിഞ്ഞു. സൂം ഔട്ട് ചെയ്ത് ടേബിൾ എപ്രകാരമാണ് പേജിൽ വന്നിരിക്കുന്നത് എന്ന് കാണാം. ടേബിളിൻ്റെ ഇടതുവശത്ത് ഏറ്റവും മുകളിൽ 4 ദിശയിലേക്കും ആരോ മാർക്ക് കാണാം. അവിടെ ലോങ് പ്രസ് ചെയ്ത് ടേബിളിൽ പിടിച്ച് ഡ്രാഗ് ചെയ്താൽ ടേബിളിനെ ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വയ്ക്കാം. ഇനി ടേബിളിന് ഹെഡിങ് കൊടുക്കാൻ മറന്നുപോയി എന്ന് കരുതുക. ഏറ്റവും മുകളിലായി ഐസക് ന്യൂട്ടൺ എന്നൊരു ഹെഡിങ് വേണം. പക്ഷേ അവിടെ ഒരു റോ ഇല്ല. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഒന്നാമത്തെ റോയുടെ മുകളിലാണ് അഡീഷണലായി ഒരു റോയും കൂടി വേണ്ടത്. അതിനാൽ 1 എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ 3 ഓപ്ഷൻ വരും: ഡിലീറ്റ് റോ, ഇൻസേർട്ട് റോ, ടേബിൾ പ്രോപ്പർട്ടീസ്. ഇതിൽ ഇൻസേർട്ട് റോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തൊട്ടു മുകളിൽ പുതിയൊരു റോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വിവരങ്ങൾ ചേർക്കാം. ആ റോയിലെ 2 സെല്ലും ഒരുമിച്ച് ചേർത്ത് പൊതുവായി ഒരു ഹെഡിങ് നൽകണം എന്ന് കരുതുക. അതിന് 2 സെല്ലും കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്താൽ കുറച്ച് ഓപ്ഷൻസ് വരും. അതിൽ ആദ്യം കാണുന്ന മേർജ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 2 സെല്ലും ഒരുമിച്ച് ഒറ്റ സെല്ലായി മാറി. ഇനി അവിടെ ഹെഡിങ് നൽകാം. ഹെഡിങ് നടുവിൽ ക്രമീകരിക്കുന്നതിന് ടൂൾസിൽ ഹോമിൽ അലൈൻമെൻറ്റ് ടൂൾ സെലക്ട് ചെയ്യാം. ടേബിളിൽ റോയുടെയും കോളത്തിൻ്റെയും വിഡ്ത്ത് എപ്രകാരമാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനായി ടേബിൾ സെലക്ട് ചെയ്യുക. ഏറ്റവും മുകളിൽ ഇടതുവശത്ത് 4 ദിശയിലേക്കുമുള്ള ആരോ മാർക്ക് കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ടേബിൾ മുഴുവനായി സെലക്ട് ആവും. ഏറ്റവും വലതുവശത്തുള്ള ലൈനിൽ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുമ്പോൾ അവിടെ നീല നിറത്തിൽ ഒരു ലൈൻ കാണാം. ആ ലൈൻ പ്രത്യക്ഷപ്പെട്ടാൽ ഇടതുവശത്തേക്ക് ഡ്രാഗ് ചെയ്ത് നമുക്ക് ആ ഒരു കോളത്തിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ടേബിളിൽ 5ാമത്തെ റോയുടെ താഴെ ഒരു റോയും കൂടി വേണമെന്ന് കരുതുക. അതിന് 5 എന്ന് എഴുതിയിരിക്കുന്നതിന് താഴെയുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. പുതിയൊരു റോ അവിടെ ക്രിയേറ്റ് ആവും. ആവശ്യമായ വിവരങ്ങൾ ചേർക്കാവുന്നതാണ്. ടേബിളുമായി ബന്ധപ്പെട്ട കൂടുതൽ ഓപ്ഷനുകൾ ലഭിക്കുന്നതിന് ടേബിളിൽ ഏറ്റവും മുകളിൽ ഇടതുവശത്തുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ടേബിൾ പ്രോപ്പർട്ടീസ് ലഭിക്കും. അതിൽ ടേബിൾ സ്റ്റൈൽ, ഷെയ്ഡിംഗ്, അലൈൻ ആൻഡ് റാം തുടങ്ങിയവ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇഷ്ടമുള്ള ടേബിൾ സ്റ്റൈൽ തിരഞ്ഞെടുക്കാം. ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത സ്റ്റൈലിലായിരിക്കും ടേബിൾ കാണുക. ഇൻസേർട്ട് ചെയ്ത ടേബിൾ ആവശ്യമില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അതിനായി ഇടതുവശത്തെ ഏറ്റവും മുകളിലുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ലിസ്റ്റിൽ ഡിലീറ്റ് ടേബിൾ അമർത്തുക. ഡോക്യുമെൻറ്റിൽ എങ്ങനെയാണ് ഹൈപ്പർ ലിങ്ക് ഇൻസേർട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. എവിടെയാണോ ഹൈപ്പർ ലിങ്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് അവിടെ ആദ്യം കേഴ്സർ കൊണ്ടുവരിക.
ഇപ്പോൾ ടേബിളിന് മുകളിലാണ് കേഴ്സർ ബ്ലിങ്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻസേർട്ട് ചെയ്താൽ അവിടെയായിരിക്കും ഹൈപ്പർ ലിങ്ക് വരിക. ഇനി അവിടെയല്ല, ടേബിളിന് താഴെയാണ് ഹൈപ്പർ ലിങ്ക് ഇൻസേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കീബോർഡ് എടുത്ത് എൻ്റർ ബട്ടൺ അമർത്തി കേഴ്സർ ടേബിളിന് താഴെ കൊണ്ടുവരിക. അതിനുശേഷം ടൂൾസിൽ ഇൻസേർട്ടിൽ ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ അഡ്രസ് എന്നുള്ളതിന് താഴെ http:// എന്ന് കാണാം. നമുക്കത് ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം വിക്കിപീഡിയയിൽ മലയാളത്തിലുള്ള വെബ് പേജിൻ്റെ URL ഇവിടെ പേസ്റ്റ് ചെയ്യാം. അതിനായി വെബ് ബ്രൗസറിലേക്ക് പോകാം. വെബ് ബ്രൗസറിൽ ഐസക് ന്യൂട്ടനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അടങ്ങിയ വിക്കിപീഡിയയിലെ മലയാളം പേജ് തുറന്നു വച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിൽ URL കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. തൊട്ട് താഴെ കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്ത് URL കോപ്പി ചെയ്യാം. അതിനുശേഷം WPS ഓഫീസിലേക്ക് തിരികെ വരിക. അഡ്രസ് ടൈപ്പ് ചെയ്യാനുള്ള ടെക്സ്റ്റ് ബോക്സിൽ ലോങ് പ്രസ് ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ അവിടെ URL പേസ്റ്റ് ആയി കഴിഞ്ഞു. URL എങ്ങനെയാണ് ഡോക്യുമെൻറ്റിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത്? നമുക്ക് ഐസക് ന്യൂട്ടൻ എന്ന പേരിൽ ഡിസ്പ്ലേ ചെയ്യണം. അങ്ങനെയെങ്കിൽ താഴെ ടെക്സ്റ്റ് ടു ഡിസ്പ്ലേ അവിടെ ഐസക് ന്യൂട്ടൻ എന്ന് ടൈപ്പ് ചെയ്യാം. പേര് നൽകിയതിന് ശേഷം OK അമർത്തുക. ഇപ്പോൾ ഡോക്യുമെൻറ്റിൽ ഐസക് ന്യൂട്ടൻ എന്ന പേരിൽ ഹൈപ്പർ ലിങ്ക് വന്നിട്ടുണ്ട്. ഇനി സേവ് ചെയ്യുക, ഡൺ ക്ലിക്ക് ചെയ്യുക. നമുക്കിനി ഐസക് ന്യൂട്ടൻ എന്ന ഹൈപ്പർ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ കണ്ട പേജിലേക്കായിരിക്കും പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡോക്യുമെൻറ്റ് ഫോർമാറ്റിലുള്ള ഫയലിൽ മാത്രമേ ഇത് സപ്പോർട്ട് ആവുകയുള്ളൂ. ഈ ഡോക്യുമെൻറ്റ് PDF-ലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ വെബ് പേജിലേക്ക് പോവുകയില്ല. WPS ഓഫീസിൻ്റെ പെയ്ഡ് വേർഷനിൽ മാത്രമാണ് ഇത്തരം സൗകര്യങ്ങളുള്ളത്. മുമ്പ് തയ്യാറാക്കിയ ഡോക്യുമെൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആണ്. ഇതെങ്ങനെയാണ് മാറ്റം വരുത്തുന്നത് എന്ന് നോക്കാം. ആദ്യം ഡോക്യുമെൻ്റ് എഡിറ്റ് ചെയ്യാം. ഇടതുവശത്ത് ഏറ്റവും മുകളിലുള്ള എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ ഇടതുവശത്തുള്ള ടൂൾസിൽ വ്യൂ സെലക്ട് ചെയ്യുക. വ്യൂവിൽ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആണ്. അവിടെ വലതുവശത്തുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ കൂടുതൽ കളറുകൾ ലഭിക്കും. അതിൽ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ മാറിയിരിക്കുന്നത് കാണാം. അടുത്തതായി ഈ ഡോക്യുമെൻറ്റിൽ പെൻ ഉപയോഗിച്ച് എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. താഴെ ടൂൾസിൽ റൈറ്റ് സൈഡിലുള്ള പെൻ ക്ലിക്ക് ചെയ്യുക. പെന്നിൽ ടേൺ ഇങ്ക് ഓഫ് എന്ന് കാണാം. അതിന് താഴെ യൂസ് ഫിംഗർ ഓൺ ചെയ്യുക. ഇപ്പോൾ താഴെ ഏതാനും ടൂൾസ് കാണാം. അതിൽ ആദ്യത്തേതാണ് പെൻ. പെന്നിൻ്റെ കളറും നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ബ്ലാക്ക് ആണ് കിടക്കുന്നത്. വരയ്ക്കുന്ന വരയുടെ വിഡ്ത്തും സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ഡോക്യുമെൻറ്റിൽ വിരൽ ഉപയോഗിച്ചുകൊണ്ട് എഴുതാം. ഇനി ഏതെങ്കിലും ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്യുന്നതിനും സാധിക്കും. പെന്നിന് തൊട്ടടുത്തുള്ള ഹൈലൈറ്റ് ടൂൾ സെലക്ട് ചെയ്യുക. ഹൈലൈറ്റർ എടുത്ത് നമുക്ക് ആവശ്യമുള്ളിടത്ത് ഹൈലൈറ്റ് ചെയ്യാൻ സാധിക്കും. അതിനായി കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഹൈലൈറ്റ് ചെയ്യുക. ഹൈലൈറ്റ് ഉപയോഗിക്കുമ്പോൾ രണ്ടാമത്തെ പേജിലേക്ക് പോകുന്നതിന് പേജിൽ ഡ്രാഗ് ചെയ്താൽ അവിടെ ഇതുപോലെ വര വീഴുകയാണ് ചെയ്യുക. നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നതിന് ഫോണിൻ്റെ വോളിയം ബട്ടനാണ് ഉപയോഗിക്കേണ്ടത്. ഇത്തരത്തിൽ ഹൈലൈറ്റ് ചെയ്തത് ഒഴിവാക്കുന്നതിന് ഹൈലൈറ്ററിൻ്റെ തൊട്ടടുത്തുള്ള ഇറേസർ ടൂളാണ് ഉപയോഗിക്കേണ്ടത്. ഇറേസർ ടൂൾ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത ഭാഗത്ത് ഡ്രാഗ് ചെയ്താൽ ഹൈലൈറ്റ് പോകുന്നതാണ്. ഡോക്യുമെൻറ്റ് പൂർത്തിയായതിനു ശേഷം സേവ് ചെയ്യാം. ഇടതുവശത്തുള്ള സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡൺ അമർത്തുക. മറ്റൊരാൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ താഴെയുള്ള ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒറിജിനൽ ഫയൽ തിരഞ്ഞെടുത്ത് വാട്സപ്പിലൂടെയോ ഇമെയിലൂടെയോ അയച്ചു കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് ഫയലിനെ PDF ഫയലായി കൺവേർട്ട് ചെയ്തതിന് ശേഷം മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാം. അതിനായി താഴെ ടൂൾസിൽ
ഫയലിൽ സേവ് ആസ് ക്ലിക്ക് ചെയ്യുക, ലൊക്കേഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വരുന്ന സ്ക്രീനിൽ താഴെ ഫയൽ നെയിം കാണാം. റൈറ്റ് സൈഡിൽ ഡോക്യുമെൻറ്റ് ഫയലിൻ്റെ ഫയൽ എക്സ്റ്റൻഷനായ .docx എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് PDF തിരഞ്ഞെടുക്കുക. താഴെയുള്ള സേവ് ബട്ടന് പകരം എക്സ്പോർട്ട് ടു PDF എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇപ്രകാരം ഒരു മെസ്സേജ് ആയിരിക്കും വരുന്നത്. കാരണം ഇതിനു മുമ്പ് നമ്മൾ സേവ് ചെയ്ത ഇതേ പേരിൽ തന്നെ സേവ് ചെയ്ത ഒരു ഫയൽ ഫോണിലുണ്ട്. നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഇപ്പോൾ ഐസക് ന്യൂട്ടൺ എന്ന പേരിൽ മാറ്റങ്ങളെല്ലാം വരുത്തിയ ഡോക്യുമെൻ്റ് PDF ആയി സേവ് ആയിട്ടുണ്ട്. ഏറ്റവും മുകളിൽ വ്യൂ നൗ ക്ലിക്ക് ചെയ്ത് PDF ഫയൽ തുറക്കാം. അതിനുശേഷം താഴെയുള്ള ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒറിജിനൽ ഫയൽ തിരഞ്ഞെടുത്ത് വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. കുട്ടികൾക്ക് നൽകുന്നതിനുള്ള വായനാ കാർഡോ അതല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നോട്ടീസോ തയ്യാറാക്കുമ്പോൾ ഡോക്യുമെൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടായി ഏതെങ്കിലും ഒരു കളർ വരുന്നതിന് പകരം മനോഹരമായ ഒരു ബാക്ക്ഗ്രൗണ്ടോ അതല്ലെങ്കിൽ പാറ്റേണോ ഫ്രെയിമോ കൊണ്ടുവരാൻ സാധിക്കും. അത്തരത്തിലൊരു നോട്ടീസ് അതല്ലെങ്കിൽ വായനാ കാർഡ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. പുതുതായി ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. വലതുവശത്ത് താഴെയുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഡോക്യുമെൻറ്റ് തിരഞ്ഞെടുക്കുക. ഇതിൽ മുമ്പ് നമ്മൾ ചെയ്തത് ബ്ലാങ്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുകയായിരുന്നു. അതിന് തൊട്ട് താഴെ ലെറ്റർ എന്ന് കാണാം. അവിടെ 3 ടെംപ്ലേറ്റുകളും കാണാം. ടെംപ്ലേറ്റിന് മുകളിൽ മോർ ക്ലിക്ക് ചെയ്യുക. അവിടെ ധാരാളം ടെംപ്ലേറ്റ്സുകൾ അവൈലബിൾ ആണ്. അതിൽ ഇഷ്ടമുള്ള ഒരെണ്ണം സെലക്ട് ചെയ്യുക. ഇതിൽ കാണുന്ന എല്ലാം ഫ്രീ വേർഷനിൽ ലഭ്യമല്ല. ഒരു ദിവസം ലഭിക്കുന്ന ലെറ്റർ പാഡുകൾക്ക് പരിധി നിശ്ചയിച്ചിട്ടുമുണ്ട്. നമുക്കിതിൽ ഒരു ലെറ്റർ പാഡ് സെലക്ട് ചെയ്യാം. യൂസ് നൗ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ലെറ്റർ പാഡ് ഡോക്യുമെൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടായി സെറ്റായിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആവശ്യമായ വിവരങ്ങൾ ചേർക്കാം. വിവരങ്ങൾ ചേർത്ത് കഴിഞ്ഞു. ഇനി സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. PDF-ലേക്ക് മാറ്റണമെങ്കിൽ ടൂൾസിൽ ഫയലിൽ സേവ് ആസ് ക്ലിക്ക് ചെയ്ത് PDF-ലേക്ക് കൺവേർട്ട് ചെയ്ത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാം.